സംസ്ഥാനത്ത് വാഹന സെൻസസ് നടത്തുമെന്ന് ഗതാഗത മന്ത്രി സി.പി. ജോൺ. പരിവാഹൻ സൈറ്റിൽ 1.92 കോടി വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്നാൽ രജിസ്ട്രേഷൻ പുതുക്കാത്ത വാഹനങ്ങളുണ്ട്. വാഹനങ്ങളുടെ എണ്ണത്തിൽ കൃത്യത വേണം. ഇത് കണ്ടെത്താനാണ് സെൻസസ് എന്നും സി.പി. ജോൺ മീഡിയ വണ്ണിനോട് പറഞ്ഞു. അതിൻ്റെ കാര്യം വേറൊന്നുമല്ല. ഇപ്പോൾ കുറേ വാഹനങ്ങൾ 1,92,00,000 വാഹനങ്ങളാണ് ഇപ്പോൾ കണക്ക് പ്രകാരം ഉള്ളത്. പക്ഷെ ഒരുപാട് വാഹനങ്ങൾ രജിസ്ട്രേഷൻ പുതുക്കാത്തതും വളരെ വർഷമായിട്ട് വാഹന വകുപ്പുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തതാണ്. അവർ കൃത്യമായൊരു സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് വേണമല്ലോ. നമുക്ക് 1,92,00,000 ഉണ്ടെന്നുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല. അതേസമയം 1 കോടിയിലധികം വാഹനങ്ങൾ ഈ പുക തന്നെ പരിശോധിക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ കൃത്യത വേണ്ടേ? തിരുവനന്തപുരത്ത് നാർബി സനൂപ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സനൂപ്, അധികാരം ഏറ്റെടുത്തതിനു ശേഷമുള്ള വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങളിൽ ഒന്ന് ആണ് ഇത് എന്ന് മനസ്സിലാക്കുകയാണ്. എന്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നടപടിയിലേക്ക് കടക്കാൻ കാരണമെന്നാണ് സി.പി. ജോൺ പറയുന്നത്? അനിഷ, ഇന്ന് ഗതാഗത മന്ത്രി സി.പി. ജോൺ ട്രാൻസ്പോർട്ട് കമ്മീഷണറേറ്റിലെത്തി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുമായിട്ട് ചർച്ച നടത്തിയിരുന്നു. 2 പ്രധാനപ്പെട്ട കാര്യങ്ങളിലാണ് നിർദ്ദേശങ്ങൾ ഉദ്യോഗസ്ഥർക്ക് മന്ത്രി നൽകിയത്. അതിലൊന്നാണ് സംസ്ഥാനത്ത് വാഹന സെൻസസ് നടത്താനുള്ള തീരുമാനം. നിലവിൽ വാഹന സൈറ്റിൽ നോക്കുകയാണെങ്കിൽ 1,92,00,000 വാഹനങ്ങളുണ്ട്. പക്ഷേ ഈ വാഹന രജിസ്ട്രേഷൻ പുതുക്കാത്ത വാഹനങ്ങളും അതേപോലെ അനധികൃതമായിട്ട് ഈ രജിസ്ട്രേഷൻ നേടാത്ത വാഹനങ്ങളൊക്കെ തന്നെ ഇപ്പോഴും ഈ നിരത്തിൽ തുടരുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പൊല്യൂഷന്റെ സൈറ്റ് നോക്കുമ്പോൾ പോലും 1 കോടിയിൽ പുറത്ത് വാഹനങ്ങൾ അത്തരത്തിൽ വരുന്നുണ്ട്. അപ്പം ഈ ഒരു കൃത്യത വേണം വാഹനങ്ങളുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗസ്ഥരോട് ഈ വാഹന സെൻസസ് നടത്താനുള്ള നിർദ്ദേശം മന്ത്രി നൽകിയത്. അതിനോടൊപ്പം തന്നെയാണ് ശബരിമല സീസൺ വരുന്നുണ്ട്. മികച്ച രീതിയിൽ മുന്നൊരുക്കങ്ങൾ നടത്താനുള്ള നിർദ്ദേശവും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് മന്ത്രി നൽകിയിട്ടുണ്ട്.